ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരേന്താണ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സും കൊണ്ട് പ്രീമിയർ പ്രോ പണ്ടടക്കം പോവാണ് കേട്ടോ. അതായത് ഫീച്ചർ കൊണ്ട് വരാൻ പോവാണ് പ്രീമിയർ പ്രോയും. ഇപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പിൽ കുറേ ഫീച്ചേഴ്സ് വന്നപ്പോൾ ഞാൻ അഹങ്കരിച്ചിരുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് നമ്മളെ ബാധിക്കാനൊന്നും പോടില്ല. കാരണം ഞാൻ ഡിസൈനർ അല്ലല്ലോ, ഞാൻ എഡിറ്റർ അല്ലേ, അപ്പോൾ എന്നെ ബാധിക്കില്ലല്ലോ. ഇപ്പോൾ പ്രീമിയർ പ്രോ ആണ് ഓരോന്നും കൊണ്ടുവരാൻ പോണത്. ഇത് ബാധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ എളുപ്പമാക്കുക ചെയ്യണേ, കുറച്ച് കാര്യങ്ങളൊക്കെ അത്. പക്ഷേ എന്താ വെച്ചാൽ ഇത് ഈസി ആക്കുകയാണ്. ഈസി ആക്കുമ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പണ്ട് എൻ്റെ വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ കാരണം തന്നെ എഡിറ്റിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലടേ, ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാതൊക്കെ ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോ പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെ വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ്. അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര രസമായിട്ടുള്ള ഫീച്ചേഴ്സാണ് വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ 3 AI കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാണ്. റൺവേ, ഓപ്പൺ AI, പീക്ക. ഇത് മൂന്നുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അഡോബ് ഈ പരിപാടി കൊണ്ടുവരുന്നത്. ഇതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ സാധാരണ ഇപ്പോൾ എഡിറ്റിംഗ് അല്ല, ഇതിൽ കുറച്ച് VFXൻ്റെ സംഭവങ്ങളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രീമിയർ പ്രോവിൽ അധികം എന്താ പറയുക ഇത് ചെയ്യാൻ പറ്റില്ല, ട്രാക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രാക്കിംഗ് ഓപ്ഷനേ വന്നിട്ടില്ല. മാസ്കിൽ കുറച്ച് ട്രാക്ക് അങ്ങനത്തെ പരിപാടിയേ വന്നിട്ടുള്ളൂ. ഇത് ട്രാക്കിംഗ് ഒക്കെ വരുന്നതിന് മുമ്പേ അവർ AI ട്രാക്കിംഗ് ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണെന്ന് പറയാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യാം, പിന്നെ റിമൂവ് ചെയ്യാം, പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ബി റോൾസ് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്ത വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കയറ്റാം, പിക്ചേഴ്സൊക്കെ കയറ്റും പോലെ. പിന്നെ അതേപോലെ തന്നെ ഇത് പറഞ്ഞ 3 കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഇല്ലാത്ത വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിച്ചു വിചാരിച്ചോ, ഈ അവസാനിച്ച് ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുകയാണ്. ആ മിണ്ടാണ്ടിരിക്കുന്ന ഐഡിയലായിട്ടുള്ളൊരു പോസില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ 5 സെക്കൻഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതായത് ഇല്ലാത്ത വീഡിയോനെ അവർ ഉണ്ടാക്കി തരും. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെയാണ്. കുറച്ച് ഇപ്പം ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് AI ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതിപ്പോൾ തുടക്കമല്ലേ, ആയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കാലം കഴിഞ്ഞത് ഗംഭീരമായിക്കോളും. അപ്പം നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യണം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമയുടെ CG ഒക്കെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാം അല്ലേ, അങ്ങനെ ചെയ്തുകൂടെ? അപ്പോൾ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാത്ത, കാരണം അങ്ങനത്തേക്ക് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇറക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അഡോബ് പ്രീമിയർ പ്രോവിൻ്റെ പുതിയ AI ഫീച്ചേഴ്സ് വരാൻ പോണ ഈ വർഷം അവസാനമൊക്കെ വരുള്ളൂ. വരാൻ പോണ AI ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണിതാ അഡോബിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണാം. ഓക്കെ, ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. പ്ലേ ആവണില്ലല്ലോ, അയ്യോ. ഓക്കെ, Adobe is using the power of generative AI to deliver the most advanced and precise editing tools ever in Premiere Pro. ഓക്കെ. Let's take a look at some features coming soon, powered by our new Adobe Firefly video model that'll transform how editors work. One common editing challenge is finding something in a shot you need to add or replace. The Object Edition feature in Premiere Pro, combined with Adobe's Firefly video model, lets you add or change objects and footage with a text prompt. Make a selection, write a prompt, and add anything you can imagine. These diamonds were created കണ്ടാ by video model. ഫസ്റ്റ് സാധനം ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. അതായത് ട്രാക്കിംഗ് ഫീച്ചർ ഒന്നും പ്രീമിയർ പ്രോ കൊണ്ടുവന്നിട്ടല്ലേ ഇതുവരെ. ഇപ്പം നേരിട്ട് ട്രാക്കിൽ, അതായത് അത് മൂവ്മെൻറ്റ് ഷോട്ടാണ്. മൂവ്മെൻറ്റ് ഷോട്ടിലാണ് അവന്മാർ എന്താണ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത്, അത് കുറച്ച് ഡയമണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അവർ കുറച്ചും കൂടെ കൂടുതൽ ഡയമണ്ട് വേണം, പൈൽ ഓഫ് ലാർജ് ഡയമണ്ട് ഓൺ ബ്ലാക്ക് വെൽവെറ്റ് ക്ലോത്ത് പറഞ്ഞിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ജസ്റ്റ് അവിടെ പെൻ ടൂൾ എടുത്ത് വരച്ച് 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം കേട്ടോ, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഇപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അലമ്പായിട്ടിരിക്കും. ഒന്നാമത്തെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ നോക്കിയിട്ടുണ്ടാവും, കറക്റ്റൊക്കെ വരാൻ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, കണ്ടില്ലേ, അത് പ്ലേ കൊടുത്തപ്പോൾ ക്യാമറ ഷെയ്ക്കൊന്നും നോക്കാണ്ട് തന്നെ ട്രാക്ക് ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത്. അത് പൊളി. പിന്നെ അടുത്തത് but you can easily remove them too. Object removal with AI-based smart masking makes selecting and removing objects across frames quick and precise.
here, this distracting utility body. കണ്ടില്ലേ ഫയർഫ്ലൈ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഡോബിൽ തന്നെ ഉണ്ടാവും ഓപ്ഷൻസ്. നമുക്ക് സാധാരണ ഫോട്ടോഷോപ്പിലുള്ള പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഓവർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, ആ ഒരു സെലക്ഷൻ മാത്രമേ, ആ സെലക്ഷൻ എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ. ഇപ്പോൾ നോക്കിയേ, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പം ഇങ്ങനത്തെ ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നല്ല സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ഏതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സെലക്ഷൻ കിട്ടാൻ. അങ്ങനെ സെലക്ഷൻ കിട്ടി മൂവ്മെൻ്റ് ഉള്ളൊരു ഷോട്ടിൽ അവന്മാരത് ക്ലിക്ക് ചെയ്ത് കളഞ്ഞു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് കളഞ്ഞു. ഇത് മുമ്പത്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ആഫ്റ്റർ എഫക്ട്സ് ചെയ്യുമ്പോൾ അടുത്ത ഷോട്ട് Is removed with Firefly. കഴിയട്ടെ. Remove unwanted props, crew, or gear. കണ്ട, ഇപ്പോൾ ഈ ഷോട്ടിലൊക്കെ ആ ഒരു ബോർഡ് അവർ ഈസി ആയിട്ട് കളഞ്ഞു. അത് കളയുമ്പോൾ സാധാരണ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ചെയ്ത് മുമ്പൊക്കെ കേട്ടോ, ഈ ഒരു ഫീച്ചറൊക്കെ വരുന്ന അഡോബിൻ്റെ ഒക്കെ ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ ഫീച്ചർ വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലോൺ സ്റ്റാമ്പ് വെച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ഇങ്ങനെ തോണ്ടി തേച്ച പോലെ ആവാത്ത രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യണ്ടേ. അങ്ങനെ വൃത്തിയായിട്ടൊന്നും ഇപ്പോൾ ചെയ്യേണ്ട. ഫോട്ടോഷോപ്പിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷോട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ സിമ്പിളായിട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിൽ ഇമേജാണ്, ക്യാമറ അനങ്ങാത്തുള്ളൊരു ഷോട്ടാണ്. അപ്പോൾ എന്താ, ഇത് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കോളും. അപ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് മാസ്ക് ചെയ്ത് കയറ്റിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഫോട്ടോഷോപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല, പ്രീമിയർ പ്രോയിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു ലൈറ്റ് വേരിയേഷൻ തന്നെ ഇവിടെ കാണത്തക്ക രീതിയിൽ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കാണിച്ചാണ്, നമ്മൾ കൊടുക്കുമ്പോൾ വരുമെന്നറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ കാണിച്ചു കേട്ടോ. Or copyrighted elements like brand logo. ഇവിടെ ആരെ പോയത്, ഒരു മിനിറ്റ്. Remove unwanted props, crew, or gear. അവിടെ നിന്നുണ്ടായത് അടുത്ത ഷോട്ട്. അതെ ഇവിടെ ഒരു ഇത് കിടക്കുന്നുണ്ട് അല്ലേ. കണ്ട, ചെറിയൊരു ട്രാക്കിങ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. അത് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് പോയിട്ടുണ്ട് അല്ലേ, ആ സാധനം പോയിട്ടുണ്ട്. നമ്മളിപ്പം എന്തെങ്കിലും ലൈറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഇപ്പോൾ ഷൂട്ടിൽ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഒരു പ്ലേറ്റ് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ടും അതുള്ള ഇപ്പോൾ എന്തെങ്കിലും ലൈറ്റ് ഇവിടെ സൈഡിൽ പിടിച്ചു വിചാരിച്ചോ, ആ ലൈറ്റ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തൊരു ഷോട്ടും ലൈറ്റ് ഉള്ള ഷോട്ടും എടുത്ത് വെക്കണം. എന്തിനാ, പിന്നെ മാസ്ക് ചെയ്താൽ ലൈറ്റ് കളയാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനത്തെ ഒരു പ്ലേറ്റ് ഷോട്ട് എടുത്ത് വെക്കേണ്ട കാര്യമില്ലാന്ന്. ഇത് റിമൂവ് ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്താണ്, അല്ല അങ്ങനത്തെ ഷോട്ടിന് ആവശ്യമാണെന്ന് പറയാം. ഓക്കെ, കണ്ടില്ലേ, വാച്ച് ആഡ് ചെയ്യണു, ടൈയൊക്കെ ആഡ് ചെയ്യണം. പക്ഷെ ടൈയൊക്കെ ആഡ് ചെയ്യുമ്പോഴേ കണ്ടോ, ആ ഒരു നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റേക്കായിട്ട് പറയല്ല കേട്ടോ. ഇവിടെ കണ്ട ആ ബെൽറ്റിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ജെർക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് ഉള്ളൊരു കുഴപ്പങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ചില വീഡിയോസിലൊക്കെ നമ്മൾ AI ഉപയോഗിക്കുമ്പോൾ ആ ഒരു ജെർക്കും സംഭവങ്ങളൊക്കെ വരും. അതേപോലെ ഉണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ഇപ്പത്താ മറ്റേ പാട്ടിൽ പറഞ്ഞ പോലെ ഇപ്പത്താ. Generative Extend intelligently adds frames with Firefly, extending your footage, so you have the exact media you need. Like here, where we extend this shot of the woman a few frames. As we continue to innovate, we're committed to transparency through the use of content credentials. Now coming to... നോക്കിയാ നിങ്ങൾ ആ വീഡിയോ എക്സ്റ്റെൻഡ് ആയിന്ന്, അതായത് ഇല്ലാത്തൊരു വീഡിയോ അവിടെ നമുക്ക് ചിലപ്പോൾ പാട്ട് കൂടുതലുണ്ടാവും, നമ്മുടെ വീഡിയോ കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാട്ടിനനുസരിച്ച് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നോർമൽ കേസ് നമ്മൾ ചെയ്യണ കാര്യം എന്താ, റാമ്പ് എന്ന് പറഞ്ഞൊന്ന് സ്ലോ ആക്കി വെക്കും. കുറച്ച് അടിയൊക്കെ ഫീൽ ചെയ്താലും എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ എത്താൻ വേണ്ടി ഒപ്പിച്ച് വെക്കും അല്ലേ. അല്ലെങ്കിൽ വേറൊരു കഷ്ടം ഇവിടുന്ന് കിട്ടും, ക്രോസ് ഡിസോൾവ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നേരെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, അതായത് ഒരു പുതിയ ക്യാരക്ടറിനെ അവിടെ ഉണ്ടാക്കി തന്നു അപ്പുറത്തുള്ള ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ ചെറിയൊരു അത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലേ കൊടുക്കുമ്പോൾ നോക്കിക്കോട്ടോ, കണ്ട പെട്ടെന്നൊരു ജെർക്ക് അവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫേസും ഈ കണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ട് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം അതൊക്കെ മാറി വരുമായിരിക്കും. പക്ഷെ എന്നാലും ഭയങ്കര അത്ഭുതം തന്നെയാണ് അതൊക്കെ. ഓനോ We can't wait to bring these Firefly-powered video editing workflows to Premiere Pro later this year. And there's more. We're excited to share our explorations around giving editors the choice to use models that work best with their footage. Here are some early examples of how third-party generative AI models could look within Premiere Pro. അതായത് ഞാൻ നേരത്തെ ഫയർഫ്ലൈ വെച്ചിട്ട് നോർമൽ രീതിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പീക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റൺവേ, പീക്ക, ഓപ്പൺ AI ഈ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അവരും കൂടെ ടൈപ്പാണ്. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷനിൽ കിട്ടുന്ന പറയണം അവർ ഈ പീക്ക വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നേരത്തെ കാണിച്ചുള്ള ആ എക്സ്റ്റൻഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പീക്ക വഴിയും ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ആ പീക്ക അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് ഇവിടെയും അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ,
നേരത്തെ കണ്ടപ്പോൾ ആ ഒരു അടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഫയർഫ്ലൈയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ അടിയൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെയും അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് കാണിക്കണേ. From OpenAI, here's an example of their Sora model, currently in early research, generating B-roll for any scene. Through simple text prompts, Sora creates variations for you to choose from. അത് കണ്ടോ, അതായത് ബി റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ പുള്ളി താഴേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഷോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ മറന്നു എന്ന് വിചാരിച്ചു. അതായത് ഇനി പുറത്തുള്ളൊരു ഷോട്ട് നമ്മൾ ചെയ്തിട്ടില്ല, അത് അവരെന്ത് ചെയ്തു, അതായത് പുള്ളിയെ നോക്കി കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് പുറത്തെ ഒരു കാഴ്ച കാണിക്കണം. അപ്പോൾ ആ ഒരു ഇത് ഫ്രീ ആയിട്ടുള്ള ഏരിയ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ അടിച്ചു കൊടുത്തു. അത് ഓപ്പൺ എഐൻ്റെ ഫീച്ചറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓപ്പൺ എയിൽ അടിച്ചു കൊടുത്തു, എനിക്കിങ്ങനെ ഔട്ട്ഡോറിൽ ഇങ്ങനെ ബിൽഡിങ്സ് കാണിക്കുന്നൊരു ഷോട്ട് വേണമെന്ന് കൊടുത്തപ്പോൾ കണ്ട അത് ആ ടൈം ലൈനിലേക്ക് ആഡായി എന്നുള്ളതാണ്. പൊളിയല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലാത്ത ഫുട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. അതായത് ഓപ്പൺ എഐൻ്റെ റൺവേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ കമ്പനീസാണ്, അപ്പോൾ അത് അവരൊക്കെ ടൈപ്പാണ്. അപ്പോൾ റൺവേ വെച്ച് നോക്കുമ്പോൾ അതിലവർ ടൈപ്പ് ചെയ്ത് കൊടുത്തത് കാറ് എൻ്റെ ഉള്ളിലിരിക്കുന്നൊരു ഷോട്ട്, അങ്ങനത്തെ ഒരു ഷോട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഇപ്പോൾ ഈ AI ഫീച്ചേഴ്സിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ടെക്സ്റ്റ് ഇതുവരെ അവർ ക്ലിയർ ചെയ്തിട്ടില്ല. കാരണം ഇത് ടെക്സ്റ്റ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതിപ്പം ഫോട്ടോഷോപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഇതിനകത്തുള്ള നമ്പേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എന്തൊക്കെയൊക്കെയോ പോലെയാണ് കാരണം ഇവിടെയൊക്കെ. അത് ആ ഫീച്ചറും കൂടെ ഭാവിയിൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ഇത് വെച്ച് ചെയ്യാൻ ഇപ്പോഴത്തെ കേസിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉറപ്പും പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ തൽക്കാലത്തേക്ക് ഒരു വീഡിയോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയറ്റുമ്പോൾ കണ്ട ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, this year will always make transparent whether AI was used and what model was used in the creation of media. To recap, revolutionary features like Object Add, Remove, and Generative Extend, powered by the new Adobe Firefly video model, are coming to Premiere Pro. And we're excited to show early research explorations with our കാണിച്ച വീഡിയോ ശ്രദ്ധിച്ചു ഞങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മുകളിലെ വീഡിയോ അത്ര കുറച്ചേ ഉള്ളൂ, അതിൽ ബാക്കി അങ്ങോട്ട് കാർ അങ്ങോട്ട് ദൂരേക്ക് പോകണത് AI ക്രിയേറ്റ് ചെയ്തതാണ്. ആ വീഡിയോ അവിടെ ഉള്ളൂ, പിന്നെയും കാർ അങ്ങോട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് AI വഴി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരാൻ പോണത്. എൻ്റെ അമ്മോ എന്തല്ലേ കണ്ട. കണ്ട ആ പുള്ളി നടക്കുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ അവസാനം ആ പുള്ളി എറിയണ അവസ്ഥയാണ് നമ്മുടെ. അയ്യോ, നമ്മളെപ്പോലുള്ള എഡിറ്റേഴ്സിൻ്റെ എന്താണ് പണിയാവില്ല, ഈസി ആയിരിക്കും. അപ്പോഴും ഞാൻ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി പ്ലസ് AI ഇത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലെവലാവാൻ പറ്റും, പൊളിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം കേട്ടോ. സെറ്റ്. യെസ്, അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ലല്ലേ. ഞാൻ പറഞ്ഞു ഇത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, പ്രീമിയർ പ്രോ ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് എന്താണാവോ സംഭവിക്കാൻ പോണത്. നമുക്കൊന്നും വെറുതെ ഒറ്റ സ്വിച്ചിൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയത് ഒരു സിനിമ വരെ ഇറക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമകളൊക്കെ കാണുന്നൊരു കാലം ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നതിലെ പുതിയ വീഡിയോസ് നല്ല അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവീന്ദ്. താങ്ക് യു.